നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ ഹൈക്കോടതി ഉത്തരവിനെതിരെ NHAI സുപ്രീം കോടതിയിൽ. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ കേരള ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ. ടോൾ പിരിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് NHAI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. റോഡുകളുടെ ശോച്യാവസ്ഥയും ഗതാഗത കുരുക്കും പരിഗണിച്ചാണ് ഹൈക്കോടതി ടോൾ തടഞ്ഞിരിക്കുന്നത്. പാലക്കാട് മത്സരയോട്ടത്തിനിടെ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. പാലക്കാട് കുളുപ്പുള്ളി സംസ്ഥാന പാതയിൽ വാണിയംകുളം അച്ചപ്പമഠത്തിന് സമീപം ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. ബൈക്ക് യാത്രക്കാരനായ കൈലിയാട് സ്വദേശി കൃഷ്ണപ്രസാദിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. അമിത വേഗതയിലെത്തിയ ബസ് ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ച ശേഷം ബൈക്കിനെയും കൊണ്ട് 30 മീറ്റർ ദൂരം ഓടി. നാട്ടുകാർ ബസ് തടഞ്ഞു നിർത്തിയ ശേഷമാണ് ബസ്സിനടിയിലായിരുന്ന ബൈക്ക് യാത്രികനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. കൊല്ലത്ത് സ്വകാര്യ മതപഠനശാലയിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം നേമം സ്വദേശിനിയായ 14-കാരിയാണ് മരിച്ചത്. കൊല്ലം പൂയപ്പള്ളി റോഡ് വിളയിൽ MUMS എന്ന സ്ഥാപനത്തിലാണ് സംഭവം. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. പൂയപ്പള്ളി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. കാഞ്ഞങ്ങാട് റോയി ജോസഫ് കൊലക്കേസ് പ്രതിയുടെ മകനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രതി നരേന്ദ്രന്റെ മകൻ കാശിനാഥനാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് പുല്ലൂരിലെ ക്ഷേത്രക്കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. +1 വിദ്യാർത്ഥിയാണ് കാശിനാഥൻ. അതേസമയം മരണം ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നരേന്ദ്രനെ ഇന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും യുവാവ് വീണ് മരിച്ച കേസിലാണ് നരേന്ദ്രനെ അറസ്റ്റ് ചെയ്തത്. കെട്ടിട ഉടമ വെള്ളിക്കോത്ത് പെരളം സ്വദേശി റോയി ജോസഫാണ് മരിച്ചത്. നൂറിനാട് 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസ്. പിതാവും രണ്ടാനമ്മയും പിടിയിൽ. പിതാവ് അൻസർ, രണ്ടാനമ്മ ഷബീന എന്നിവരാണ് പിടിയിലായത്. അൻസറിനെ പത്തനംതിട്ട കടമാക്കുളത്തു നിന്നും ഷബീനയെ കൊല്ലം ചക്കുവള്ളിയിൽ നിന്നുമാണ് പിടികൂടിയത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്.